ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ മഹേന്ദ്രനെ നിർമ്മലയൊക്കെ എത്ര തടുത്തിട്ടും തോക്കുമായിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഡോക്ടർക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. പക്ഷേ 300 ദിവസം റെസ്റ്റ് എടുത്താലും എൻ്റെ ഇത് മാറില്ല എന്നുള്ളതായ ആതുര സേവനം നടത്തുന്ന ഡോക്ടർക്ക് പ്രവചിക്കാനൊന്നും കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാനെ തീർത്തിട്ടേ വരൂ എന്നൊക്കെ പറഞ്ഞ് സ്വാമിയും മഹേന്ദ്രനും കൂടി ഇറങ്ങുകയാണ്. ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ മുകളിൽ പോയി ശിവൻ അവിടെ റൂമിൽ നിന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ്റെ തോക്ക് കൊടുത്ത് ആരെയെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നു എന്ന്. അന്നേരം തീരുമാനിച്ചുറച്ചാൽ പിന്നെ ആര് തടുത്താലും നിൽക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം എന്തെങ്കിലും ചെയ്ത് ശിവേട്ടൻ വന്നേന്നും പറഞ്ഞ് ചന്ദ്രയാണെങ്കിൽ ശിവനെയും വിളിച്ചുകൊണ്ട് താഴേക്ക് വരുന്നുണ്ട്. അന്നേരം മുറ്റത്തെത്തുമ്പോൾ തന്നെ നിർമ്മലയാണെങ്കിൽ തോക്കങ്ങ് പിടിച്ച് വാങ്ങുന്നുണ്ട്. ഇതെന്തായാലും ഇത് ഞാൻ തന്നു വിടില്ല, അങ്ങനെ ഇതും കൊണ്ട് പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ എൻ്റെ ശവമായിരിക്കും കാണുന്നതെന്നൊക്കെ നിർമ്മല പറയുമ്പോൾ നിനക്ക് എൻ്റെ ആയുധമല്ലേ പിടിച്ചു വയ്ക്കാൻ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശിവന് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ഇപ്പം തന്നെ പോകണോ അച്ഛാൻ ചോദിക്കുകയാണ്. അന്നേരം പോയേ മതിയാകൂ, നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വരാം, പിന്നെ തിരിച്ച് ഈ രൂപത്തിൽ വന്നു കയറാമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട, വരുന്നെങ്കിൽ വരാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ എല്ലാവരെയൊക്കെ നോക്കിയിട്ട് മുണ്ടിങ്ങനെ മടക്കി അങ്ങോട്ട് കുത്തി അങ്ങോട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ജയിച്ചു വന്ന വീരൻ അല്ലെങ്കിൽ ചുടുകാട് എന്ന് അച്ഛനല്ലേ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്, രണ്ടിനായാലും ഞാൻ കൂടെ ഉണ്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ മഹേന്ദ്രന് ശിവൻ്റെ ആ പ്രവൃത്തിയിൽ അകപ്പാടെ അങ്ങോട്ട് സന്തോഷമാവുകയാണ്. എന്നിട്ട് നിർമ്മലയോട് പറയുന്നുണ്ട് നിനക്ക് എൻ്റെ ആയുധമല്ലേ പിടിച്ചു വയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, പക്ഷേ യോഹന്നാനെ നിലയ്ക്ക് നിർത്താനായിട്ട് എൻ്റെ ഈ ചൂണ്ടാണി വിരൽ മാത്രം മതി, പിന്നെ എൻ്റെ ഈ മകനും എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് വന്ന് വണ്ടിയിൽ കയറിടാന്ന് പറയുന്നുണ്ട്. തുടർന്ന് അവരെല്ലാവരും കൂടി വണ്ടിയിൽ കയറുകയാണ്. അന്നേരം മോനെ എന്നിങ്ങനെ നിർമ്മല വിളിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ പോകുന്നത് അച്ഛൻ്റെ കൂടെയാണ്, പക്ഷെ തിരിച്ചു വരുന്നത് എൻ്റെ കൂടെ അച്ഛനുണ്ടായിരിക്കും, എന്നിങ്ങനെ പറഞ്ഞിട്ട് വണ്ടിയിൽ കയറുകയാണ്. ഡ്രൈവറോട് മഹേന്ദ്രൻ പറയുന്നുണ്ട് പ്ലാമൂട്ടിൽ വീട്ടിലത്തേക്ക് യോഹന്നാൻ്റെ ആ വീട്ടിലത്തേക്ക് പിന്നെ ഗേറ്റിനകത്തേക്ക് വണ്ടി കയറ്റി നിർത്തണം, ഗേറ്റ് അടച്ചിരിക്കുകയാണെങ്കിൽ ഇടിച്ച് പൊളിച്ചിട്ട് അകത്തേക്ക് കയറ്റി നിർത്തണമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് അവർ പോവുകയാണ്. അന്നേരം ഈ നിർമ്മലയാണെങ്കിൽ ശിവൻ്റെ അമ്മയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഈശ്വര ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്ന് നിൽക്കുകയാണ്. ചന്ദ്രയും വിഷമിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം അവിടെ കളക്ടറേറ്റിൽ വിഷ്ണുവിൻ്റെ പ്രവൃത്തിയിലൊക്കെ ആകെ വിഷമിച്ചിരിക്കുന്ന അതിൽ വിഷമം കൊണ്ട് ശാലിനിയാണെങ്കിൽ ഇങ്ങനെ ഓരോ പേപ്പറിൽ ഇങ്ങനെ സോറി വിഷ്ണു ഏട്ടാന്നെങ്കിൽ എഴുതുന്നുണ്ട്. എന്നിട്ട് ചുരുട്ടിക്കൂട്ടി മേശപ്പുറത്തേക്ക് എറിയുകയാണ്. കുറേ പേപ്പർ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞ് എന്നിട്ട് ശാലിനി ഇങ്ങനെ വിഷമിച്ച് ഒരു ഡിസ്റ്റർബ്ഡായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അനുപല്ലവി വരുന്നുണ്ട്. അനുപല്ലവി ഇതൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ശാലിനിയുടെ മുഖം കാണുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് മേഡം ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്ന് പറയുകയാണ്. പരുത്തിക്കുന്ന കോളനിയിൽ ആ സ്റ്റേ പിൻവലിച്ചു, നമുക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ശാലിനി അതിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം അപ്പോൾ ഇനി എന്താണോ അതുമായിട്ട് നമുക്ക് നടപടികൾ എന്താണോ അതുമായിട്ട് മുന്നോട്ട് പോകാം, അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ആ വിഷ്ണുവിൻ്റെ ആ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ശാലിനിയുടെ മനസ്സിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ. തുടർന്ന് ശാലിനി അനുപല്ലവിയോട് പറയുന്നുണ്ട് അവിടുത്തെ ഒഴിപ്പിക്കുന്ന കുടുംബങ്ങൾക്ക് താമസ സൗകര്യം ഉണ്ടാക്കണം, അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെയാണെങ്കിൽ മുറ്റത്ത് കമലിന് ഓട്ടോയിൽ വരുന്നുണ്ട്. അന്ന് രാമേട്ടൻ ഇങ്ങനെ നോക്കുകയാണ്. പക്ഷേ രാമേട്ടൻ ശ്രദ്ധിക്കാതെ കമലിനങ്ങ് അകത്തേക്ക് വരികയാണ്. എന്നിട്ട് കളക്ടറുടെ ക്യാബിൻ തുറന്നിട്ട് ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എടുത്തിയമ്മയും ചോദിച്ചിട്ട് അങ്ങ് അകത്തേക്ക് വരികയാണ്. എന്നിട്ട് കമലിന് ആകപ്പാടെ ദേഷ്യവും വിഷമവും ഒക്കെ കലർന്നിങ്ങനെ സംസാരിക്കുകയാണ്. എൻ്റെ ആശാനെ ഏട്ടത്തിയമ്മ ഒരിക്കലും സംശയിക്കാൻ പാടില്ലായിരുന്നു, ഏതോ ഒരു പെണ്ണുമായിട്ട് സംശയിച്ചില്ലേ, എൻ്റെ ആശാൻ്റെ മനസ്സിൽ എന്ന് ഏട്ടത്തിയമ്മ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ, ആ ഏട്ടത്തിയമ്മയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കമലൻ കുറേ അങ്ങ് സങ്കടത്തോടെ പറയുകയാണ്. അനുപല്ലവി ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ശാലിനി ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല. ഞങ്ങൾക്കൊക്കെ തെറ്റ് പറ്റാം, പക്ഷേ ഏട്ടത്തിയമ്മയ്ക്ക് തെറ്റ് പറ്റാനായിട്ട് പാടില്ല, അത്രയ്ക്ക് വിശ്വാസമല്ലായിരുന്നു ഏട്ടത്തിയമ്മയെന്നും പറഞ്ഞിട്ട് കമലിന് കുറേ പറയുമ്പോൾ ശാലിനി അവസാനം എഴുന്നേൽക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കമലിനാണെങ്കിൽ ഒന്നും മിണ്ടില്ല, എന്നാലും ഇത് പാടില്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ആകെ ദേഷ്യമെന്ന് ശാലിനിയാണെങ്കിൽ കമലിനെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. അങ്ങനെ അനുപല്ലവിയും കമലിനും ഇങ്ങനെ ഒന്നെല്ലാം ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് നിൻ്റെ ആശാന് വേണ്ടി, എൻ്റെ വിഷ്ണുവേട്ടന് വേണ്ടി എനിക്കിതേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശാലിനി ആകെ ദേഷ്യത്തിൽ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. കമലിനിങ്ങനെ അനുപല്ലവി നോക്കുന്നുണ്ട്. എന്നിട്ടങ്ങ് ക്യാബിൻ വിട്ടങ്ങ് പോകുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ അനുപല്ലവി ആ പേപ്പറൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ കിടക്കുന്ന. എന്നിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പേപ്പർ ഇങ്ങനെ കമഴ്ത്തി വെച്ചിരിക്കുന്നത് നോക്കിയിട്ട് പേന ഇങ്ങനെ മുകളിൽ വെച്ച് എന്നിട്ട് അതെടുത്ത് വായിക്കുന്നുണ്ട്. സോറി വിഷ്ണുവേട്ടാ എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് വായിച്ച് അനുപല്ലവി നിൽക്കുകയാണ്. അതേസമയം അപ്പുറത്തെ ക്യാബിനിൽ നിന്നും വെളിയിലേക്ക് പോയ ശാലിനി ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്.
ഇതേ സമയം മഹേന്ദ്രനും ശിവനും കൂടിയൊക്കെ പ്ലാമൂട്ടിൽ യോഹന്നാൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ഗേറ്റിലെ സെക്യൂരിറ്റി ആണെങ്കിൽ തടയുന്നുണ്ട്. പക്ഷേ അവർ നീട്ടി ഹോണടിച്ച് വണ്ടി ഇങ്ങനെ മുന്നിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി എന്താണെന്ന് പറഞ്ഞ് എന്താണെന്ന് പറഞ്ഞിങ്ങനെ ഓടി വരുന്നുണ്ട്. അന്നേരം മാറി നിൽക്കണമെന്ന് പറഞ്ഞ് ശിവൻ അങ്ങോട്ട് സെക്യൂരിറ്റിയെ തട്ടി മാറ്റുന്നുണ്ട്. അന്നേരം എടാ യോഹന്നാനെ എന്നും പറഞ്ഞ് മഹേന്ദ്രൻ മുറ്റത്ത് നിന്ന് വിളിക്കുകയാണ്. നിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്, ഇറങ്ങി വാടാന്ന് വിളിക്കുമ്പോൾ മഹേന്ദ്രൻ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ഇതാര് മാണിക്കോത്ത് മഹേന്ദ്രൻ സാറോ മുതലാളി എന്തിനാ വന്നത്, നമസ്കാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടാണ് പിന്നെ യോഹന്ന ഇറങ്ങി വരുന്നത്. അന്നേരം മുകളിലാണെങ്കിൽ ചന്ദ്രയല്ല ഡെയ്സി വന്ന് നോക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട് നിൻ്റെ പൊക്കവും വണ്ണവും ഒക്കെ ഒന്ന് അളക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ, അപ്പോൾ അതെന്തിനാണാവോ എന്നിങ്ങനെ തിരിച്ച് യോഹന്ന കളിയാക്കി ചോദിക്കുമ്പോൾ, പെട്ടിയിലാക്കി നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ കൈയും കാലും ഒന്നും പുറത്തേക്ക് ഇടാനായിട്ട് പാടില്ലല്ലോ എന്ന് പറയുക. അന്നേരം നിൻ്റെ അച്ഛനാണെങ്കിൽ പണ്ട് കോഴിക്കോട് നടത്തുന്നൊരു ബിസിനസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ നീ ഇപ്പോൾ ശവപ്പെട്ടിയൊക്കെ തുടങ്ങിയോ, അപ്പോൾ പേരിന് മാറ്റമൊന്നും വരില്ലല്ലോ, അത് നല്ലത് തന്നെയാണ്, ബിസിനസ്സൊക്കെ മാറിയെന്നും പറഞ്ഞ് തിരിച്ച് കളിയാക്കുന്നുണ്ട്. അന്നേരം പിന്നെ എന്തായാലും നിൻ്റെ ഈ കളി നിർത്തിക്കോണം, നിനക്ക് അവസാനം വാണിംഗ് എന്നോണം തരാൻ വന്നതാണ് എന്നിങ്ങനെ മഹേന്ദ്രൻ പറയുമ്പോൾ പിന്നെ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് അകത്തു നിന്നും ഈ യോഹന്നാൻ്റെ മകനാണെങ്കിൽ ഒരു വടിവാളൊക്കെ ആയിട്ട് വരികയാണ്. അന്നേരം ആൻ്റണി എന്നാണ് ഈ മോൻ്റെ പേര്. അന്നേരം ഇവനോടൊന്നും വാക്ക് കൊണ്ടല്ല ആയുധം കൊണ്ടാണ് മറുപടി പറയേണ്ടതെന്നും പറഞ്ഞിട്ട് മഹേന്ദ്രൻ നേരെ ഇങ്ങനെ വരുമ്പോൾ ശിവൻ അത് തടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് അവർ പിന്നെ കൂട്ടുകാരും പഴയ ബിസിനസ്സും ശത്രുക്കളും ഒക്കെ കാണുമല്ലോ, അപ്പോൾ അവർ പറയട്ടെടാ, അവർ സംസാരിക്കട്ടെ, മക്കൾ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് മാറി നിൽക്കണമെന്നും പറഞ്ഞ് ഇവൻ്റെ കൈകളിൽ ആളങ്ങോട്ട് തട്ടി തെറിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് മാറി നിൽക്കണമെന്നും പറഞ്ഞ് ഇങ്ങനെ തട്ടി മാറ്റി നിർത്തുകയാണ്. തുടർന്ന് മഹേന്ദ്രൻ ഇവിടെ സംസാരിക്കുന്നുണ്ട്. തുടർന്ന് പറയും, എൻ്റെ വഴിയിൽ നീ ഇനി വരല്ലേ, പണ്ടേ നീ ബിസിനസ്സൊക്കെ ആയിട്ട് എന്നെ ചതിച്ച് തുടങ്ങിയതാണ്, പക്ഷേ ഇനി നീ ഇതുകൊണ്ട് അവസാനിപ്പിച്ചോണം, നിൻ്റെ അവസാന വാണിംഗ് എന്നോണം തരാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ, അപ്പം നിനക്ക് എവിടെ നിന്നോ കാര്യമായിട്ടുള്ള പണി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടല്ലേ നീ ഇവിടെ വന്ന് മുന്നേറുന്നത് എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ പാരമ്പര്യം അമ്മയ്ക്കും അച്ഛനൊക്കെ പറയുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ പറയുകയാണ്, എനിക്കാണെങ്കിൽ അച്ഛനെന്ന് വിളിക്കാൻ എൻ്റെ അമ്മ പറഞ്ഞെന്ന ആളുണ്ട്, പക്ഷേ അമ്മ പറയുന്ന ആരാണോ അതാണ് മക്കൾക്ക് അച്ഛൻ, പക്ഷേ നിനക്ക് അങ്ങനെ പറഞ്ഞു പോലും തരാതെ നിൻ്റെ അമ്മ ഇവിടെ നിന്ന് പോയില്ലേ, പിന്നെ നിൻ്റെ ഈ മക്കൾക്ക് പിന്നെ നിന്നെ ഇനി അപ്പാന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഈ പെമ്പറന്നോത്തി ഒന്നുകൂടി കല്യാണം കഴിക്കേണ്ടി വരും, ആ അവസ്ഥ നീ ഉണ്ടാക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ ഈ ആൻ്റണിക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. അമ്മയ്ക്ക് പറയുന്നോടാന്നും പറഞ്ഞ് വീണ്ടും മഹേന്ദ്രൻ്റെ നേരെ അങ്ങോട്ട് അടിക്കാൻ കൈയൊങ്ങുമ്പോൾ ശിവന് തടുക്കുകയാണ്. എന്നിട്ട് ഈ ആൻ്റണിയുടെ കർണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് മാറി നിൽക്കാനായിട്ട്, നീ ഒന്ന് സംസാരിക്കാറായില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും മാറി നിൽക്കടാന്നും പറഞ്ഞിട്ട് മാറ്റി നിർത്തുകയാണ്. അന്നേരം മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഈ കാഹളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ അണ്ടർഗ്രൗണ്ടിൽ കൂടി പണി നടത്തുന്നുണ്ട് എന്നറിയാം, പക്ഷേ അതൊക്കെ നിർത്തിക്കൊള്ളണം, ഇനി ഒരു വാണിംഗ് എന്നോണം ഞാൻ ഇവിടെ നിന്ന് വരില്ല, എല്ലാം കൂടി നിർത്തിക്കൊള്ളണം എന്നിങ്ങനെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ യോഹന്നാൻ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ വീണ്ടും ഈ ആൻ്റണി ആണെങ്കിൽ ഇങ്ങനെ തടുക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോഴും ഈ ശിവൻ അങ്ങോട്ട് പിടിച്ചു മാറ്റുകയാണ്. എന്നിട്ട് ശിവൻ ഇടയ്ക്ക് മാറിയിരിക്കുന്നുണ്ട്. മഹേന്ദ്രൻ യോഹന്നാനോട് പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണ്. യോഹന്നാൻ്റെ ഭാര്യയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം മുകളിൽ നിൽക്കുന്ന ഡെയ്സി ആണെങ്കിൽ ശിവൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങ് മുഖം മാറ്റി കളയ്ക്കുകയാണ്. അതിനുശേഷം രംഗം വഷളാവുന്നു കാണുമ്പോൾ ഡെയ്സി ആണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് കുറേ വെല്ലുവിളികൾ ഈ യോഹന്നാനും മഹേന്ദ്രനും തമ്മിൽ നടത്തുകയാണ്. ഇനി നീ എൻ്റെ വഴിക്ക് കുറുകെ വരരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് കേരട ശിവ എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രനും സ്വാമിയും ഡ്രൈവറും ഒക്കെ വണ്ടിക്കകത്തേക്ക് കയറുന്നുണ്ട്. യോഹന്ന ഒന്നും മിണ്ടുന്നില്ല. അന്നേരം പിന്നെ ഈ ആൻ്റണിയോടാണെങ്കിൽ ശിവൻ ചെന്ന് പറയുന്നുണ്ട്, ഈ ചങ്കുറ്റം എന്ന് പറയുന്നത് അങ്ങാടിയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതല്ല, അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്, അതൊന്നും നിനക്ക് പറഞ്ഞിട്ടില്ല, നീ ഒന്നുകൂടി മൂക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്. രാജാവിനെ റാണിയൊക്കെ വെട്ടാനായിട്ട് ഈ കാലാൾപ്പടെ വിടുമ്പോഴേ ഒന്ന് ആലോചിക്കണം. ഒരു 4ാം ക്ലാസ്സിലെ ആയുധം കയ്യിലെടുത്ത് ഒരു അനുഭവ പരിചയം വെച്ച് പറയുകയാണ്, ഇവൻ്റെയൊക്കെ കയ്യിൽ ആയുധം കൊടുത്ത് വിടുമ്പോൾ അത് ഭസ്മാസുരൻ്റെ കയ്യിൽ ആയുധം കൊടുത്തതുപോലെയാകും, അവസാനം സ്വന്തം ആയുധം കൊണ്ട് അവസാനം മരിച്ചു വീഴേണ്ടി വരും, അതൊന്നൊക്കെ നാണക്കേടല്ലേ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ യോഹന്നാനും ഈ മോനും ഒക്കെ ഇങ്ങനെ തലവെച്ച് കേട്ട് നിൽക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ശിവനും ഡെയ്സി ഇങ്ങനെ നോക്കിയിട്ട് വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. അതായത് ഈ മകൻ ആൻ്റണി ആണെങ്കിൽ ഇങ്ങനെ ആകെ തിളച്ച് നിൽക്കുകയാണ്. അന്നേരം അപ്പോൾ അവൻ എന്നിങ്ങനെ പറയുമ്പോൾ വിട്ടേക്കട, കാലം മുന്നിൽ കൊണ്ട് തരും ഒരു പുഴുവായിട്ട്, അപ്പോൾ ചവിട്ടി അങ്ങ് അരച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ ഭാര്യയും ഡെയ്സിയും ഒക്കെ നോക്കി നിൽക്കുകയാണ്. ഈ ആൻ്റണി ആകെ കലിപ്പിൽ നിൽക്കുന്നു. ഇത്രയുമാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി അവിടെയാണെങ്കിൽ ശാലിനി വീണ്ടും കോളനി ഒഴിപ്പിക്കാനായിട്ട് സ്റ്റേ മാറിയല്ലോ, അപ്പോൾ ആ രീതികളുമായിട്ട് മുന്നോട്ട് പോകും. അവിടെ ശിവൻ വീണ്ടും എതിരിടാനായിട്ട് ചെല്ലും, അതിനി എന്താകും എന്നുള്ളതാണ്. പിന്നീട് വീട്ടിൽ ചെല്ലുമ്പോൾ വിഷ്ണുവും ശാലിനിയുമായി കണ്ടുമുട്ടുമ്പോൾ വിഷ്ണുവിനോട് ശാലിനി മാപ്പൊക്കെ അപേക്ഷിച്ച് അവസാനം അത് കോംപ്രമൈസ് ആവുകയാണ് ചെയ്യുന്നത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.